ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലൗഡ്സ് ഓഫ് ജോയ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്റ്റഡി വ്ളോഗാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു സ്റ്റഡി വ്ളോഗുമായിട്ട് വന്നിട്ടുള്ളത്. കാര്യം വേറെ ഒന്നുമല്ല, കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. എനിക്ക് സെക്രട്ടേറിയറ്റ് ഒയുടെ മെയിൻസ് എക്സാം ഉണ്ടായിരുന്നു, പിന്നെ ഡിഗ്രി പ്രിലിമിനറി എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായത് കാരണമാണ് ലോങ് വീഡിയോസ് ഇടാതെ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ടിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും ഡിഗ്രി പ്രിലിമിനറി എക്സാമൊക്കെ? കഴിഞ്ഞവർക്കറിയാം, നല്ല പാടായിരുന്നല്ലേ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് നോക്കിയപ്പം 45 മാർക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മെയ് 28-ാം തീയതിയാണ്. അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായിരുന്നു, കാരണം തലേദിവസം കുറേ കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ടായിരുന്നു. എഴുന്നേറ്റ ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി. അത് കഴിഞ്ഞിട്ടുള്ളതാണ് വീഡിയോ എടുത്തത്. ഫസ്റ്റിലെ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ വീഡിയോ ക്ലാസ് കണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ നോട്ട്സ് റാങ്ക് ഫയൽ നോക്കിയാണ് ഞാൻ നേരത്തെ പഠിച്ചത്. ഇപ്പോൾ വീണ്ടും റിവിഷന് വേണ്ടിയിട്ട് എൻ്റെ തന്നെ നോട്ട്സ് പ്രിൻ്റ് എടുത്ത് വെച്ച് അത് വായിച്ച് നോക്കി. പിന്നെ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു PYQ വർക്കൗട്ട് ചെയ്തു. അതിൽ കുറച്ച് നെഗറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തിരക്കായിട്ട് അധികം പഠിക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ രാത്രിയിലാണ് പഠിക്കാനിരുന്നത്. രാത്രിയിൽ 5 ഇയർ പ്ലാനായിരുന്നു പഠിച്ചത്. അതും ഈ റെവല്യൂഷനൊക്കെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന സാധനങ്ങളാണ്. ഒന്ന്, അതിനകത്ത് ഈ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റും പിന്നെ ശരിക്കും ഉണ്ടായ ഗ്രോത്ത് റേറ്റും അത് തമ്മിൽ എപ്പോഴും ഇങ്ങനെ മാറിപ്പോവും. അതൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ഞാൻ റാങ്ക് ഫയൽ വെച്ചിട്ട് അതൊക്കെ വായിച്ചു നോക്കി. അപ്പോഴത്തേക്കും ഡിന്നറിൻ്റെ സമയമായിരുന്നു. ഡിന്നറൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു മലയാളത്തിൻ്റെ. ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിൽ നടന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ് സാറ് ചെയ്തത് ആ ടൈമിൽ. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. എവിടെയാണ് തെറ്റ് പറ്റിയത്, ഇനിയുള്ള എക്സാമിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ സാറ് പറഞ്ഞു തന്നു. ഒക്കെ എല്ലാവർക്കും ഡിഗ്രി പ്രിലിമിനറി എക്സാം എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ആദ്യമായിട്ട് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു എക്സാം നമ്മളൊക്കെ എഴുതുന്നത്. കാര്യം ക്വസ്റ്റ്യൻ പേപ്പറാണെന്നും പറഞ്ഞ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പം അതൊരു റാങ്ക് ഫയലിൻ്റെ അത്ര ഉണ്ടായിരുന്നു. ജോഗ്രഫിയുടെ ഒന്നും ക്വസ്റ്റ്യൻസൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ മുഴുവനായിട്ട് വായിച്ചത് പോലുമില്ല. ആരും തന്നെ വായിച്ച് കാണത്തില്ല, കാരണം ഒരു പേജിൽ തന്നെ 2 ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു. അത്രയ്ക്കും വലിയ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് കമൻസിൽ പറയണേ. പിന്നെ കട്ട് ഓഫ് ഒരുപാട് കുറവായിരിക്കുമെന്ന് തന്നെയാണ് പല യൂട്യൂബ് ചാനലിലും അതുപോലെ ഒരുപാട് സാറന്മാരും ഒക്കെ പറഞ്ഞത്. ഞാൻ എൻട്രിയുടെ ക്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലെ മെൻറ്ററും എന്നോട് പറഞ്ഞത് അനുസരിച്ചാണ് ഞാൻ ഇനിയിപ്പോൾ മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കാര്യം കട്ട് ഓഫ് ഒരുപാട് കുറയുമെന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാവർക്കും തന്നെ ടഫായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും കിട്ടത്തില്ല എന്നും പറഞ്ഞ് ആരും മെയിൻസിൻ്റെ പഠിത്തം നിർത്തി വെക്കരുത്. കാര്യം നമ്മൾ നിർത്തി വെക്കുവാണെങ്കിൽ മറ്റുള്ളവരെല്ലാം മുന്നിലോട്ട് കയറിപ്പോവും. കാരണം ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും പേപ്പർ 1ഉം പേപ്പർ 2 ഒന്നിച്ച് തീർക്കാൻ പറ്റത്തില്ല. അതിന് മാത്രമുള്ള ടൈമൊന്നും PSC നമുക്ക് തരില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം പഠിച്ച് ടോപ്പിക്സൊക്കെ ഒതുക്കി വെക്കുക. അപ്പം റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഉറപ്പായിട്ട് നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. അഥവാ ഏതെങ്കിലും ഒരു കാരണത്താൽ ഈ ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് എക്സാംസ് ഇനിയും വരുന്നുണ്ട് ഡിഗ്രി ലെവലിൽ. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒക്കെ വിളിക്കുന്നുണ്ട് എക്സാം. ഈ വർഷം ലാസ്റ്റിലൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്യാമല്ലോ. കാരണം അതിനും ഇപ്പോൾ ഡിഗ്രി മെയിൻസിനൊക്കെ വരുന്നത് സെയിം ടോപ്പിക്സൊക്കെ തന്നെയാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ആ ഒരു ഫ്ലോയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാലേ മികച്ചൊരു റാങ്ക് നേടി നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റത്തുള്ളൂ.
അപ്പോൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട. കാരണം എല്ലാവർക്കും എക്സാം പാടായിരുന്നു. നിങ്ങൾക്ക് പാടായിരുന്നു, എനിക്കും പാടായിരുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും തന്നെ പാടായിരുന്നു. അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. അതിൻ്റെ കാര്യം ഓർത്ത് വിഷമിച്ചിരുന്ന സമയം കളയാതിരിക്കുക. മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിൻ്റെ റിസൾട്ട് ഒരു ദിവസം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റഡി വ്ളോഗിലേക്ക് തിരിച്ചു വരാം. മലയാളം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ 10 മണി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ PSC ബുള്ളറ്റിൻ വായിക്കാനായിട്ട് എടുത്തു. PSC ബുള്ളറ്റിനിൽ കുറേ കറണ്ട് അഫെയർസ് ആയിരുന്നു വായിക്കാനായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വായിച്ച് ഇങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ എനിക്ക് ബോറടിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാത്സ് ചെയ്യാമെന്ന്. സാധാരണ എനിക്കിങ്ങനെ ഉറക്കം വരുമ്പോഴും ബോറടിക്കുമ്പോഴൊക്കെ ഞാൻ കുറച്ച് മാത്സ് എടുത്ത് വെച്ച് ചെയ്യും. കാര്യം മാത്സിന് കുറച്ചുകൂടി ഒരു കോൺസെൻട്രേഷൻ വേണമല്ലോ. കാരണം നമ്മൾ ഈ റാങ്ക് ഫയലും നോട്ട്സും ഒക്കെ വായിക്കുമ്പോൾ വെറുതെ നമ്മളിങ്ങനെ വായിച്ചു പോകണമല്ലോ. മാത്സ് ആകുമ്പോൾ കുറച്ച് ചിന്തിക്കണം. പിന്നെ നമ്മുടെ കൈ കൊണ്ടൊക്കെ നമ്മൾ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഉറക്കത്തിൻ്റെ ഇതൊക്കെ പോയി കിട്ടും. പിന്നെ അതുപോലെ ബോറടിയൊക്കെ മാറിക്കിട്ടും. അങ്ങനെ ഞാൻ കുറച്ച് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തായിരുന്നു. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് PSC ബുള്ളറ്റിനിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കിലെ മാത്രമല്ല, ഇങ്ങനെ പല ടോപ്പിക്കിലെ മിക്സഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും വലുതായിട്ട് നമുക്ക് ചെയ്തു വരുമ്പോൾ ബോറടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തത്. കാരണം സമയം ഓൾറെഡി കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഉറക്കമൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തത്. അങ്ങനെ കുറേ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങാനുള്ള സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ. താങ്ക് യു.